السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 206. അഖീഖയുടെയും ഉദ്ഹിയ്യത്തിൻ്റെയും നിയമങ്ങൾ ഒന്ന് തന്നെയാണ്. ചില കാര്യങ്ങളിൽ മാത്രം അഖീഖ നിയമങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അഖീഖ മാംസം ഒരു ഖനിയായ മനുഷ്യന് ലഭിച്ചാൽ, ധനികനായ ആൾക്ക് കിട്ടിയ അഖീഖയുടെ മാംസം അത് അയാൾക്ക് മംലൂക്കാണ്, അയാൾക്ക് മിൽക്കുള്ളതാണ്, ഉടമാവകാശം ഉള്ളതാണ്. ഉദ്ഹിയ്യത്താകുമ്പോൾ ധനികന് കിട്ടിയിട്ടുള്ള മാംസം ഒരിക്കലും മംലൂക്കാകുന്നില്ല. അപ്പോൾ അഖീഖ മാംസം ധനികന് ലഭിച്ചത്, ആ ലഭിച്ച മാംസത്തിൽ ഇയാൾക്ക് മിൽക്കുണ്ട് എന്ന് വരുമ്പോൾ ആ മാംസം യഥേഷ്ടം കൈകാര്യം ചെയ്യാനുള്ള അവകാശം അയാൾക്കുണ്ട്. ഉദ്ഹിയ്യത്ത് മാംസം പോലെ അയാൾ കഴിക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കഴിപ്പിക്കുകയോ ചെയ്യുക മാത്രമല്ല, ആ മാംസം വേണമെങ്കിൽ വിൽപ്പന വരെ നടത്താനുള്ള അവകാശം അയാൾക്കുണ്ട്. കാരണം അത് അയാളുടെ ഉടമാവകാശത്തിലുള്ള ഒന്നാണ് എന്നതുകൊണ്ട്. അപ്പോൾ ഉദ്ഹിയ്യത്ത്, അഖീഖത്ത് രണ്ടും ഈ നിയമത്തിൽ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാം. അഗ്നിയാവിന് അഥവാ ധനികന്മാർക്ക് ലഭിച്ച ഉദ്ഹിയ്യത്ത് മാംസം അതവർക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പാടില്ല, അത് വിൽപ്പന നടത്താൻ പാടില്ല. ഇത്യാദി നിയമങ്ങളൊക്കെ ഉദ്ഹിയ്യത്തിൻ്റെ ബാബിൽ വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അഖീഖ മാംസം ധനികന് ലഭിച്ചാൽ അതിൽ അയാൾക്ക് മിൽക്കുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുകയും ധനികന്മാരും അവർക്ക് ലഭിക്കുന്ന അഖീഖ മാംസം ആ രീതിയിൽ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് നിർവഹിക്കാനുള്ള പരിശ്രമം അവർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഏതായാലും വിഷയങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ ആവശ്യഘട്ടങ്ങളിൽ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നാം സന്നദ്ധരാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.